നിങ്ങൾ ഇന്നിവിടുത്തെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ്, ഞാനൊരു സിവിൽ സർവൻ്റ് ആയിരിക്കും എന്ന് തീരുമാനമെടുത്തു പോകുന്ന ഒട്ടേറെ കുട്ടികൾ ഈ 140 പേരിലുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഇപ്പോഴേ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നും എവിടെയാണ് എത്തേണ്ടതെന്നുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള എഫോർട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും. ലേണിങ്ങിനെ ഒരു റോട്ട് ലേണിംഗ് എന്ന് പറയുന്ന ആസ്പെക്ട്സിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ലീഡ് IASന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചു പോരുന്നത് ഒരു ബൈഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഭയങ്കര റോട്ട് ലേൺ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിൽ നിന്ന് മാറി വളരെ ലോജിക്കലായിട്ടുള്ള രീതിയിൽ പഠിക്കാനും കണക്ട് ചെയ്ത് ലേൺ ചെയ്യാനും ഒരു ന്യൂ പെഡഗോഗീസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലീഡ് IASന്റെ ഒരു വിഷൻ. ഇന്ത്യയിൽ എവിടെയും ഇങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഇതുപോലെ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന് 100-ലേറെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള മെൻറ്റേഴ്സാണ് നമ്മുടെ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത്. ഇതുവഴി പൊയ്ക്കോളൂ, ഈ ടേൺ എടുത്തോളൂ, അങ്ങോട്ട് സഞ്ചരിച്ച് നോക്കൂ, ഇവിടെ നിറയെ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് കുട്ടികളെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു സമ്പ്രദായമാണ് ലീഡ് IAS ജൂനിയർ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ ചെയ്തിരിക്കുന്നത്. എന്തിനാ സിനിമയിലൊക്കെ രജനീകാന്ത് എടുത്ത് ബുക്ക് എടുത്തിട്ട് പഠിച്ചു? അങ്ങനെ ഒരു സ്കില്ല് കിട്ടാൻ നല്ലതല്ലേ? അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ ഒന്നാമതായാൽ മാത്രം പോരാ, നിങ്ങൾക്ക് അതിൽ കൂടുതൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ പ്ലസ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കും. ഒരു എക്സ്ട്രാ നോളജ്, എക്സ്ട്രാ എബിലിറ്റി, അതാണ് ഈ സർവീസിൽ കയറാൻ ഞങ്ങളെ സഹായിക്കുക. വിദ്യാഭ്യാസത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പ്രവർത്തന രീതികളെ, നമ്മളെ ചിന്തകളെ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കേണ്ടിയിരിക്കുന്നു. അതാണ് വിദ്യാഭ്യാസം. ലീഡ് IAS അക്കാഡമി അതിനും ഊന്നൽ നൽകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.